ഹായ് ഗായ്സ്, നമുക്കൊരു ബാക്ക് ടു സ്കൂൾ വീഡിയോ കണ്ട് നോക്കിയാലോ. ഇതാണ് എൻ്റെ അയച്ചുമ്മയുടെ ഫസ്റ്റ് സ്കൂളിലാണ്, LKG ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയൊരു പർച്ചേസ് വീഡിയോ നമുക്ക് കണ്ട് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ബസ് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡ് സീറ്റിലിട്ടുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷ്വൽസ് കിട്ടില്ല, അങ്ങനെ എടുത്താണ് നമ്മൾ അയച്ചുമ്മനെ ഇരിക്കണം. പെട്ടിമ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരുന്നത്. എനിക്ക് ഈ പള്ളി ഭയങ്കര റിലേറ്റ് ആണെന്നാണ്. പക്ഷെ നമ്മൾ എന്ത് കാര്യത്തിന് വിളിച്ച് കഴിഞ്ഞാൽ വിളിപ്പുറത്താണ്, മണത്തല പള്ളിയാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യണം. ആരൊക്കെയൊക്കെ റിലേറ്റ് ചെയ്യണമെന്നുണ്ടെന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. ഹൈദാസ് കുട്ടി മൂപ്പർ എന്നാണ് പേര്, എന്നാലും നമ്മൾ കുഞ്ഞിന്നാണ് വിളിക്കും. നമ്മൾ ചാവക്കാട് എത്തി. ചാവക്കാട് നമ്മൾ ഷോപ്പിംഗ് വേണ്ടി സ്റ്റാർട്ട് ചെയ്യണത്. ഷോപ്പിങ്ങിനായിട്ട് ആൾ നടക്കുകയാണ്, നല്ല ഇൻട്രസ്റ്റിലാണ്. കാരണം ബാഗും ഒക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിലായിരുന്നു. ഇത് എൻ്റെ മാമയുടെ കടയാണ്. മാമ വിളിച്ചിരിക്കണേ ആളെ കടയാണ്. ഇവിടെ നിന്നാണ് പർച്ചേസ് നടത്താം, ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഈ കാണുന്ന ബാഗ്സുകളൊക്കെ നോക്കി. വേറെയും കുറേ കളക്ഷൻസ് ഉണ്ട്, നല്ല കളക്ഷൻസ് ഉള്ളതാണ്. അങ്ങനെ ഐഷുമ്മ നിന്ന് ലാസ്റ്റ് ഒരെണ്ണം സെലക്ട് ചെയ്ത്. ഇത് അവിടുത്തെ കുട്ടിയാണ്, സ്റ്റാഫാണ്. അവളെ ഒരു ഫാമിലി ഫ്രണ്ടാണ് ആൾക്ക് കിറ്റ് വാങ്ങിച്ച്, ബാഗ്, അങ്ങനെ സ്കൂൾ ഷൂവും സ്കൂൾ യൂണിഫോമൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ അലോഡ് ചെയ്യണ കാരണം നമുക്ക് അതൊന്നും നമ്മൾക്ക് നോക്കിയിട്ടില്ല. നമ്മൾ കാണാം ഇതിൽ ഒരു ബാഗ് അവൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്ത്. അതേതാ നിങ്ങൾ കമൻറ്റ് പറയണം കേട്ടോ. അതിന് നമ്മൾ പർച്ചേസൊക്കെ ചെയ്ത് ബില്ലെടുക്കുക. അതിന് മാമയുടെ പോലെയാണ്. എൻ്റെ ഉമ്മയായിട്ട് നല്ല സംസാരത്തിലാണ് ആൾ. അതാ മാമതാ കടയപ്പം ചിരിച്ച് ഇപ്പം എന്നെ നോക്കിയിട്ട് എന്തിനാണ് വീഡിയോ എടുക്കണമെന്ന് വെച്ചിരിക്കുക. അത് നമ്മൾ വേഗം കേരളയിൽ പോയി. കേരളയിൽ ബാക്കി സാധനം സ്കൂളും കിറ്റും മാത്രം അവിടെ കാണിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ചെരുപ്പടിയാണ് അവിടെ കൂടുതലായിട്ട്. അങ്ങനെ നമ്മൾ നേരെ കേരളയിൽ പോയി. കേരളയിലാണ് ഒടുക്കത്തെ തിരക്കാണ്, നല്ല തിരക്ക്. സ്കൂൾ ടൈമല്ല, ബാക്ക് ടു സ്കൂളായിട്ട് എല്ലാ കുട്ടികളും പർച്ചേസ് ചെയ്യും. നമ്മൾ അവസാന നിമിഷമാണ് പോണത്. അപ്പം പിന്നെ അതിൻ്റേതായിട്ടുള്ള തിരക്കുണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും നമുക്ക് തിരക്കുണ്ടാക്കണം. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. കുടയായാലും പിന്നെ പൗച്ച്, വെറൈറ്റി ബോക്സ്, നമുക്ക് അതുപോലെ കുപ്പികൾ, അങ്ങനെ എല്ലാം വെറൈറ്റി ആയിട്ട് ആൾക്ക് ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഫുൾ സീനായിരുന്നു. വേറെ നോക്കിക്കോ, എനിക്ക് കണ്ണടയുള്ള തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ആൾ ഫുൾ സീനായിരുന്നു. അങ്ങനെ നമ്മൾ അതന്നെ വാങ്ങിച്ചു കൊടുത്ത്. പിന്നെ ബോക്സ് നോക്കാമെന്ന് പറഞ്ഞു. ബോക്സ് ആവശ്യമുണ്ടാകുന്ന അറിയില്ല, എന്നാലും നമ്മൾ ഒരെണ്ണം അവൾക്ക് വാങ്ങിച്ച്. ഒരു ബോക്സും നമുക്കൊന്ന് ആൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരെണ്ണം വാങ്ങിച്ച്. പിന്നെ നമ്മൾ അടുത്ത് നോക്കുന്ന കുപ്പിയാണ്. അതും ആൾക്ക് ഇഷ്ടത്തിന്, ചിലത് ഇഷ്ടപ്പെടില്ല, ചിലത് വേണോ, അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡിലാണ് ആൾ. അതിനൊരു കുപ്പിയും ഒരു ബോക്സും ഒരു കൊടുത്ത് പൗച്ച് കൊടുത്തിട്ട് ആൾ നടക്കണം. ഈ ട്രോളി ഒന്നാറോടെ സ്ഥലമില്ല, കയ്യിൽ പിടിക്കാന്ന് പറഞ്ഞിട്ട് ആൾ സമ്മതിക്കില്ല. എനിക്ക് ട്രോളി കൊണ്ടുപോകാറുണ്ട്. ലഞ്ച് ബോക്സ് നോക്കുമ്പോൾ ലാസ്റ്റ് സ്റ്റീലിൽ ഉറപ്പിക്കാമെന്നാണ്. സ്റ്റീലിൽ വാങ്ങിച്ചാൽ മതി പറഞ്ഞപ്പോൾ അതിന് സ്റ്റീലിൽ ഒരെണ്ണം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള നടപ്പാണ്. ഞാൻ പിടിക്കുക ട്രോളി, അത് പറ്റത്തില്ല, അവൾക്ക് എന്നെ പിടിക്കണം. സ്റ്റീലിൻ്റെ നോക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. കുപ്പിയിൽ കണ്ട വാട്ടർ ബോട്ടിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ഇവർക്ക് പ്രിൻ്റഡ് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു ഫസ്റ്റിന്. അതിന് പിന്നെ ഞാൻ ടീച്ചറോട് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു ആ പ്രിൻ്റഡ് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിനെ പ്രിൻ്റ് ഉള്ളത് നമ്മൾ ഒരു ബോട്ടിൽ വാങ്ങിച്ച്. ഒത്തിരി ബാഗിൻ്റെ കളക്ഷൻസ് കണ്ടോ, എന്തോരം ബാഗിൻ്റെ കളക്ഷൻസാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാലും അറിയാം. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ, ബില്ലടിക്കാനുള്ള തിരക്കിനാണ്. നമ്മളൊരു ഏകദേശം ഒരു 10 മിനിറ്റോളം നിന്നിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ബില്ല് വാങ്ങിച്ച് സാധനം വാങ്ങിച്ചിട്ട് ആൾ പോകണം. ഒരാൾക്കും കൊടുക്കില്ല, ഞാൻ പിടിച്ച് നടക്കാമെന്ന് പറഞ്ഞിട്ട് ആൾ നടക്കണം. താഴെ തട്ടും അതൊന്നും ആൾക്ക് വിഷയമല്ല, ആൾ നടക്കണമെന്നും പിടിച്ചിട്ട്. അങ്ങനെ നമ്മൾ വേറെ കടയിൽ കയറിയിട്ട് സ്നാക്സിൻ്റെ പാത്രം കിട്ടിയിരുന്നില്ല. ഇവിടുത്തെ അധികം ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ സ്നാക്സിൻ്റെ പാത്രം വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ബാഗൊക്കെ വാങ്ങിച്ച് നേരെ നമ്മൾ ബസ് കയറി. രാവിലെ ഇറങ്ങിയതില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചാവക്കാട് അറിയാമല്ലോ, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. കണ്ട ബ്ലോക്കിൻ്റെ ഓരോ അറ്റം നോക്കി എല്ലാ വണ്ടികളും നിൽക്കണം. അങ്ങനെ എങ്ങനെയൊക്കെയോ ബ്ലോക്കിൽ നിന്ന് നമ്മൾ വന്ന് വെറുതെ ഒന്ന് ഷോറക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആകാശം കണ്ടപ്പെടുത്തുന്നുള്ളൂ. ഇത് ഞാൻ പഠിച്ചിരുന്നത്, ഇത് ആർക്കെങ്കിലും കണ്ടറിയുമോ എനിക്കറിയില്ല. ഇത് ഞാൻ അവിടെ പഠിച്ചിരുന്ന ഒരു സ്കൂളിലായിരുന്നു. അവിടെ സ്കൂളൊന്നുമില്ല, സ്കൂളൊക്കെ പൊളിച്ച് മാറ്റി ഹൈ വന്നപ്പോൾ നമ്മൾ പാലത്തിൻ്റെ മേലെ കൂടെ പോയപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയിട്ട് നടക്കണം, വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആളുടെ ഉപ്പയും ഉമ്മയും കുട്ടി നടക്കുന്ന സീൻസാണ് കാണുന്നത്. ഞങ്ങൾ നടന്ന് ഞങ്ങളെ വീട്ടിലുള്ള വഴിയെത്തി, ഞങ്ങളിതാ പൊക്കോണ്ടിരിക്കണം. അങ്ങനെ ഇത്രയുള്ള ഗൈസ്, ബൈ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.